തീർക്കൊന്നും പോകാതെ ഇന്നലെ ചെറുതായി ഒന്ന് മഴ പെയ്തു. ചെറുനാരങ്ങകളെല്ലാം കൊഴിഞ്ഞു വീണു. ഇതിനെ ഇവിടെ പറയുന്നത് ഗണപതി നാരകം എന്നാണ്. ഞങ്ങൾക്കൊരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയേ, എന്ത് നന്നായി വന്നിരുന്ന ലക്കോട്ട് പഴത്തിൻ്റെ മരമാണ്. എന്തോ വേരിൻ്റെ രോഗം കാരണം കൊണ്ട് മൊത്തത്തിൽ അത് മരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഒലിവ് മരമായിരുന്നു. എന്തോ അറിയത്തില്ല, പെട്ടെന്ന് ഒരു ദിവസം ഇലകളെല്ലാം കൊഴിഞ്ഞ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് ഇസ്രായേൽ അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ്. ഞങ്ങൾ ഇതിനെ ചട്ടിയിൽ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പഴങ്ങൾ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നന്നായി വളർന്ന് തളിർച്ച് വളർക്കും. പക്ഷേ ഇവന് യാതൊരു മാറ്റവുമില്ല. മാസം 3 കഴിഞ്ഞു. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായി അറിയുമെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇത് ഞങ്ങളുടെ ചെറിയൊരു തോട്ടമാണ്. ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ ഒരുവിധം എല്ലാ ട്രോപ്പിക്കലും നാടനുമായുള്ള മാവും ജബോട്ടിക്കാവയും ആപ്പിളും ബ്ലാക്ക് സപ്പോട്ടയും പപ്പായയും മാപ്പിറങ്ങും ജാതിയും 2-3 വിധമായ കസ്റ്റർഡ് ആപ്പിളും പിന്നെ വൈറ്റ് സപ്പോട്ടയും ഞങ്ങൾക്ക് ഫലം കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ശേഖരമാണ്. ഈ തട്ടിലിരിക്കുന്നതെല്ലാം എൻ്റെ ഭാര്യയാണ് എല്ലാം ചേർത്ത് എടുക്കുന്നത്. ഇതിനകത്ത് സപ്പോട്ട, കസ്റ്റർഡ് ആപ്പിൾ 2 തരം, പേരയ്ക്ക, പിന്നെ ഗണപതി നാരകവും പാലിയോ ഫ്രൂട്ടും ഞങ്ങൾക്കിന്ന് കിട്ടി. ഇപ്പം ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഗതികൾ ആയി. പിന്നെ ഇത് ഐനി പ്ലാവാണ്. എന്താണെന്നറിഞ്ഞുകൂടാ, എല്ലാ കൂമ്പിലും എന്തോ രോഗം വന്നിട്ട് കടിച്ചു തിന്നു. ഞങ്ങൾക്ക് വന്നിട്ട് പ്രകൃതി രീതിയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ജൈവവളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് മരുന്ന് ചെയ്യണോ വേണ്ടേന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വിചാരിക്കുന്നത് സ്വയം പര്യാപ്തിയാവുമല്ലോ എന്നുകൊണ്ട് ഞങ്ങളങ്ങനെ വിട്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ നെല്ലിമരം. വർഷം 3 കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു കാ പിടിച്ചിട്ടില്ല. ഇതിന് എന്തെങ്കിലും ചെയ്ത് കാ പിടിക്കാനുള്ള വല്ല വിദ്യയും ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് പറയുക.
ഇത് ഞങ്ങളുടെ വൈറ്റ് ഞാവലാണ്. ഈ സമയത്ത് ഇത് പൂത്തിട്ടുണ്ട്, പൂവുകൾ വിടർന്നു. ഇത് ഞങ്ങളുടെ ആദ്യമായിട്ട് കാച്ച പറങ്കിമാവിൻ്റെ മാങ്ങയും അതിനോടൊപ്പം 2 അണ്ടിയും. പക്ഷേ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പൂത്ത് കായ്ച്ചതായിട്ട് ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. ഇത് ഞങ്ങളുടെ ഓറഞ്ച് മരമാണ്. ഇനി എൻ്റെ സ്വീറ്റ് ആർട്ട് പറയുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിവരങ്ങൾ. നിറയെ കാച്ചിരിക്കുന്ന ഈ ഓറഞ്ച് മധുരം സ്വല്പം കമ്മിയാണെങ്കിലും നന്നായി ജ്യൂസിയാണ് ഈ ഓറഞ്ച്. ഇത് ഞങ്ങളുടെ ഗോവ. മരുന്ന് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാത്ത കാരണമാണോ എന്നറിയില്ല, നിറയെ ഉള്ളിൽ കുറച്ച് പുഴുക്കളാണ് കൂടുതൽ ഭാഗം. ബാക്കിയെല്ലാം കുറച്ച് കിടികളും തിന്നും. കുറച്ച് നല്ല ഫ്രൂട്ടാണ് പേരക്കയുടേത്. ഇത് പുതിയതായി ഞങ്ങൾ വാങ്ങിച്ച സ്വീറ്റ് ഓറഞ്ചാണ് ഇത്. ഈ വർഷം ഇത് കാച്ചിട്ടുണ്ട്. 1 2 3 4